ഇന്നലെ ലാലേട്ടൻ കാണിച്ചത് ഒട്ടും ശരിയായില്ലെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നിങ്ങൾക്കറിയാം ഗബ്രിയും ജാസ്മിനും തമ്മിലുള്ള ബിഗ് ബോസിലുണ്ടായിട്ടുള്ള പ്രോബ്ലംസ്. അത് കാരണം ജാസ്മിന് പുറത്തുള്ള ആ നല്ല പേരും കാര്യങ്ങളും എല്ലാവർക്കും അറിയുന്നതാണ്. അതുപോലെ ജാസ്മിൻ്റെ ഫാമിലിനെയൊക്കെ വലിച്ചിട്ട് കുറേ വീഡിയോസ് നമ്മൾ കണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ ലാലേട്ടൻ പോയിട്ട് സായിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. സായി എന്തിനാണ് പുറത്തുള്ള കാര്യങ്ങൾ അകത്ത് പോയി പറഞ്ഞത്? നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിയുന്നതല്ലേ? അറിഞ്ഞിരുന്നു കൊണ്ട് നിങ്ങൾ എന്തുകൊണ്ട് ഈ ഷോയുടെ റൂൾസ് ബ്രേക്ക് ചെയ്ത് ഇങ്ങനെയൊരു കാര്യം ജാസ്മിനോട് പോയി പറഞ്ഞു എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സായി അവിടെ വളരെ നൈസായി പറയുന്നുണ്ട്, അതെൻ്റെ ഒരു ഗെയിം സ്ട്രാറ്റജി ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. പിന്നീട് ലാലേട്ടൻ ജാസ്മിനൊരു ഉപദേശം കൊടുക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തത് ജാസ്മിനിട്ടുള്ള മുട്ടാൻ പണിയാണ് എന്നാണ്. നിങ്ങൾക്കറിയാം സായി ചെന്ന് ആ കാര്യം പറഞ്ഞതിന് ശേഷം, അതായത് ജാസ്മിനും ഗബ്രിക്കും അത്ര നല്ല പേരല്ല പുറത്ത്, അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് ഒക്കെ കൊടുത്തതിന് ശേഷം ജാസ്മിനും ഗബ്രിയും കുറച്ചെങ്കിലും ബെറ്ററായെന്ന് നിങ്ങൾക്ക് തോന്നാറുണ്ട്. കാരണം 24 മണിക്കൂറും ചാഞ്ഞ് കിടക്കുന്നത് ആ കുറച്ചൊക്കെ ഒന്ന് കുറച്ച് വളരെയധികം സംയമനം പാലിക്കാൻ ശ്രമിക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. അതിപ്പോൾ ഇന്നലെ ലാലേട്ടൻ പോയി നന്നായിട്ട് തകിട മറിച്ച് കൊടുത്തിട്ടുണ്ട്. കാരണം ജാസ്മിൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു ഗെയിമർ ആണെങ്കിലും അതിലൊരു കണ്ടസ്റ്റൻ്റ് ആണെങ്കിലും പുറത്തെ ഒരു ലൈഫ് ഈ 100 ദിവസം കഴിയുമ്പോൾ ഉണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ തന്നെ എല്ലാവരും ഭയങ്കര ടെൻഷനിലാണ്. ജാസ്മിൻ പുറത്ത് വരുമ്പോൾ എന്തൊക്കെയായിരിക്കും കോലാഹലങ്ങൾ സംഭവിക്കാൻ പോകണേ, എന്തുമാത്രം ഡിഗ്രേഡിങ്ങും കാര്യങ്ങളൊക്കെയാണ് അനുഭവിക്കാൻ പോകണേ. നമ്മളും കുറേ വീഡിയോസും കാര്യങ്ങളും ഇട്ട് നമ്മൾ ഗെയിമിൽ കടന്ന കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്ന് പറയുമ്പോഴും ഒരു വ്യക്തിയുടെ ജീവിതത്തെ അപ്പാടെ തകിടം മറിച്ച് അയാൾക്കിനി ഒരു ലൈഫ് ഇല്ലാതാക്കുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ ആരും ചിന്തിച്ചിട്ടില്ല. ഇന്നലെ ലാലേട്ടൻ പറഞ്ഞത് ഒരു മോട്ടിവേഷനായിട്ട് എനിക്കൊരിക്കലും എടുക്കാൻ കഴിയില്ല. കാരണം ലാലേട്ടൻ കൃത്യമായി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ജാസ്മിനെ ഇതൊരു ഗെയിമല്ലേ, ഇവരൊക്കെ വന്ന് അവരുടെ ഗെയിം സ്ട്രാറ്റജി യൂസ് ചെയ്യുന്നതായിരിക്കും, നീ അതൊന്നും കണ്ട് തളരരുത്, ജാസ്മിൻ അടിപൊളിയായിട്ട് മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞതിലൂടെ ജാസ്മിനെ മുന്നോട്ട് കൊണ്ടുവരാനുള്ള ഒരു ആഗ്രഹമായി അത് നമുക്ക് ഫീൽ ചെയ്തില്ല. ഇപ്പം ജാസ്മിൻ എന്തു ചിന്തിക്കും, സായി വന്നു പറഞ്ഞതൊക്കെ കള്ളത്തരാവാനാ ചാൻസ്, ഇങ്ങനൊരു കുഴപ്പമുണ്ടാവത്തില്ല. മോസ്റ്റ് പ്രോബബിളി ജാസ്മിൻ തിരിച്ച് അതേ സിറ്റുവേഷനിലേക്ക്, ഇത് ഒരു പക്ഷേ നേരത്തെക്കാളും വേഴ്സായിട്ടുള്ള പല സീൻസും ഇനി നമ്മൾ കാണേണ്ടി വരും. കാരണം അതുപോലൊരു പേഴ്സണാണ്. മറ്റു പല കണ്ടസ്റ്റൻ്റോ ആരെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ ജാസ്മിൻ അങ്ങനെ എടുക്കില്ലായിരുന്നു. പക്ഷെ പറഞ്ഞിരിക്കുന്നത് ലാലേട്ടനാണ്. സോ ജാസ്മിൻ അത് നെഗറ്റീവായി എടുത്ത് ജാസ്മിന് നല്ല പണി കിട്ടാനായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ജാസ്മിൻ നന്നായിട്ട് ഡിഗ്രേഡിങ്ങും കാര്യങ്ങളൊക്കെ മേടിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞ ആ ഒരു അഭിപ്രായത്തോട് എനിക്ക് ഒട്ടും യോജിക്കാൻ കഴിയില്ല. പറയാം ഇതൊരു ബിഗ് ബോസ് ഷോയും കാര്യങ്ങളൊക്കെയാണെന്ന്, പക്ഷേ നമ്മൾ അപ്പോഴും ചിന്തിക്കണം ഇത് കഴിഞ്ഞിട്ടും അവർക്കൊരു ലൈഫുണ്ട്. അവരെ അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് വലിച്ചിടുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. എല്ലാവരും ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ കമൻസും കാര്യങ്ങളും നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് രേഖപ്പെടുത്തണം. അതുപോലെ ചാനൽ സബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ് ചെയ്യണം കേട്ടോ.